കേരളത്തിൽ തന്നെ ഒരു ഡസനിലേറെ നേതാക്കൾ ഉണ്ടായിട്ടും അവർക്കൊന്നും നൽകാതെ രാജീവ് ചന്ദ്രശേഖർ എന്ന മുതലാളിക്ക് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനം നൽകിയത് എന്തിനാണെന്ന് കൂടുതൽ വ്യക്തമായി വരികയാണ്. അതായത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി എന്ന പാർട്ടി കോൺഗ്രസിനെ പോലെ രാജ്യത്തോട് പ്രതിബദ്ധതയൊന്നും ഉള്ളൊരു പാർട്ടിയല്ല. ഹിന്ദുവും ഇന്ത്യയും ഒന്നാണെന്നും ഹിന്ദുവിനെ സ്നേഹിക്കുന്നവരെല്ലാം ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്നും മറിച്ചുള്ളതെല്ലാം രാജ്യദ്രോഹമാണെന്നുമുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ഭരണത്തിലേക്ക് വന്നവരാണ് ബി.ജെ.പി എന്ന പാർട്ടി. അവർക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലോ കെട്ടിപ്പടുക്കുന്നതിലോ ഒരു റോളും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, രാഷ്ട്രീയം എന്നത് പൂർണ്ണമായും ഒരു ബിസിനസ്സാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികമാക്കിയതും ഈ രാജ്യത്ത് ബി.ജെ.പി ആണ്. ഒരു ബിസിനസ്സുകാരന് മാത്രമേ ബി.ജെ.പിയെ വിജയിപ്പിക്കാൻ കഴിയൂ എന്നൊരു തിരിച്ചറിവാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി.ജെ.പിയുടെ അധ്യക്ഷനാക്കിയത്. ബി.ജെ.പിയുടെ കോർപ്പറേറ്റ് കമ്പനിക്ക് സമാനമാണ് പിണറായി വിജയന്റെ CPM എന്ന കമ്പനിയും. കാരണം ബി.ജെ.പിക്ക് ശേഷം കച്ചവടമാണ് രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കിയത് പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ. ബി.ജെ.പിയുടെ ഈ കോർപ്പറേറ്റ് നീക്കമാണ് അവരെ തുടർച്ചയായി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാം. വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് വർക്കാവുന്നതെന്നും അവർക്ക് നന്നായി അറിയാം. സത്യത്തിൽ ബി.ജെ.പി വർഗീയ പാർട്ടിയല്ല, മറിച്ച് ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടി വർഗീയത ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണവർ. അവിടെയാണ് കേരളത്തിൽ ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയ്ക്കിനി സ്കോപ്പില്ല എന്നവർ മനസ്സിലാക്കുന്നതും ഇവിടെയുള്ള യഥാർത്ഥ സ്ഥിതി അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ കടന്നു വരുന്നതും. ഇവിടെ പരസ്പരം തമ്മിലടിച്ചും പാരവെച്ചും നടക്കുന്ന ബി.ജെ.പി നേതാക്കളെ നിയന്ത്രിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരൻ വരുന്നത്. അഖിൽ മാരാർ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല, തനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടിയില്ലല്ലോ എന്നൊരാശ്വാസത്തിൽ അവർ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുകയാണിപ്പോൾ. വളരെ പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെകളിൽ ബി.ജെ.പിയിൽ നിന്നും അകന്നുപോയ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ആദ്യം തന്നെ തിരികെ കൊണ്ടുവരും. അതുപോലെ തന്നെ പുതുതലമുറയെ ആകർഷിക്കാൻ ശേഷിയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം പരിഗണിക്കും. പൊതുവെ യാതൊരു സ്വാർത്ഥ മനോഭാവവുമില്ലാത്ത RSS പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഏകദേശം 11ഓളം നിയോജക മണ്ഡലങ്ങളിൽ താമര ചിഹ്നമാണ് ഒന്നാമത് നിന്നത്. അവിടെ വിജയിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനൊരു ചെറിയ സഹായം CPM-ൻ്റേതായിട്ട് വേണം. ആ 11 സീറ്റുകളിലോ പറ്റുമെങ്കിൽ ഒരു 20 സീറ്റ് വരെയോ നേടാൻ തന്നെ ഉറപ്പിച്ചാണ് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ ചുമതലയേൽക്കുന്നത്. അത് 100% ബിസിനസ് മാതൃകയിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയം. ഒരു ബിസിനസ് തുടങ്ങിയാൽ ലാഭം ലഭിക്കണമെന്ന ഒറ്റ ലക്ഷ്യം. ബിസിനസ് പാർട്ട്ണറായി CPM-നെയും തീരുമാനിച്ചാൽ കേരളം മുഴുവൻ കാണാൻ പോകുന്നത് മറ്റൊരു തൃശ്ശൂറായിരിക്കും. പൂർണ്ണമായും ഒരു കമ്പനിയുടെ CEO ആയി ഒരാൾ മാറുകയും അയാളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്ന വിവിധ ജോലികൾ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ബി.ജെ.പിയും ബി.ജെ.പി പ്രവർത്തകരും പോകുന്നു എന്നുള്ള കാഴ്ചയാണ് ഇനി കേരളത്തിൽ കാണാൻ പോകുന്നത്. ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത UDF-ഉം ബി.ജെ.പിയും തമ്മിൽ വന്നാൽ ഇടത് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകും. അതിനുള്ള ബുദ്ധിയും രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലുണ്ട്. ഇടതിൻ്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നതും ബി.ജെ.പിയുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ പതനവും ആയതിനാൽ ഇവർ ഒന്നിക്കാനാണ് ഇനി പോകുന്നത്. നയിക്കുന്നവന് ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കാനുള്ള ശേഷിയും മാത്രം മതി. അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ കിടന്നു മറയുന്നതല്ല ബിസിനസ് രാഷ്ട്രീയം. അത് ഡീലിംഗ് ആണ്. കച്ചവടം നടത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ടുപേർ CPM-ൻ്റെയും ബി.ജെ.പിയുടെയും നെടുനായകത്വം വഹിക്കുമ്പോൾ ജനാധിപത്യം കച്ചവടത്തിന് വഴിമാറും എന്നുറപ്പിക്കുകയാണ്. ഈ അപകടം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ UDF-ന് പ്രതീക്ഷ വയ്ക്കാം. അല്ലെങ്കിൽ UDF ദുഃഖിക്കേണ്ടി വരും.